കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാറിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഏകദിന ഉപവാസ സമരത്തിനൊരുങ്ങുകയാണ് കോൺഗ്രസ്. സംസ്ഥാനത്തുടനീളം കോൺഗ്രസ് KSU പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുന്നു എന്ന് ആരോപിച്ചാണ് സമരം. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ IG ഓഫീസിന് സമീപമാണ് പ്രതിഷേധം. ഷബീർ ഒമർ വിവരങ്ങൾ നൽകും. ഷബീർ, ഈയിടെയായിട്ട് പോലീസിനെതിരെയുള്ള പരാതികൾ, അതിലധികവും ഇരയാകുന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് എന്നുള്ള വിമർശനമൊക്കെ കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായിരുന്നു. സംസ്ഥാന വ്യാപകമായി പോലീസിനെതിരെ തന്നെ വലിയ സമരങ്ങൾ കോൺഗ്രസ് തുടക്കമിട്ടതുമാണ്. അതിന്റെ ഭാഗമായി കൂടിയാണോ ഇപ്പോഴത്തെ കോഴിക്കോട് നടക്കുന്ന സമരം? തീർച്ചയായും നമുക്കറിയാം, ഇപ്പോൾ കോൺഗ്രസ് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് ആഭ്യന്തര വകുപ്പിനെതിരെ അല്ലെങ്കിൽ പോലീസിന്റെ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് സംസ്ഥാനത്തൊട്ടാകെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ഈ LDF സർക്കാരിന്റെ കീഴിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രവർത്തകർക്കെതിരെ പോലീസിന്റെ നടപടി വളരെ മോശമാണ്. അതിക്രൂരമായ മർദ്ദനമടക്കം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരിടേണ്ടി വരുന്നു. സമരങ്ങളെ നേരിടുന്ന രീതി പോലും ശരിയല്ല എന്നതടക്കം ഉള്ള വിമർശനങ്ങളാണ് കോൺഗ്രസ് നേതൃത്വം ഉന്നയിക്കുന്നത്. ഇത് ചൂണ്ടിക്കാണിച്ചാണ് സംസ്ഥാനത്തൊട്ടാകെ കോൺഗ്രസ് പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നത്. ഇതിന്റെ കൂടി ഭാഗമായാണ് കോഴിക്കോട് ജില്ലയിലും കോഴിക്കോട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺ കുമാറിന്റെ ഏകദിന ഉപവാസം സംഘടിപ്പിക്കുന്നത്. കോഴിക്കോട് IG ഓഫീസിന് മുന്നിലാണ് പ്രവീൺ കുമാറിന്റെ ഉപവാസ സമരം നടക്കുക. ഇന്ന് രാവിലെ 9 മണിക്ക് തുടങ്ങി വൈകിട്ട് 5 മണി വരെയാണ് ഈ ഉപവാസ പ്രതിഷേധം നടക്കുന്നത്. ഈ പ്രതിഷേധത്തിൽ ജില്ലയിൽ നിന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രത്യേകിച്ച് ജനപ്രതിനിധികൾ MK രാഘവൻ MP, ഷാഫി പറമ്പിൽ MP അടക്കമുള്ള, K മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കും, കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കും. ഒപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ ജില്ലാ നേതാക്കൾ കൂടി ഈ ഉപവാസ സമരത്തിന്റെ ഭാഗമാകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. ഇത് ഉപവാസ സമരം നേരത്തെ തന്നെ പ്രത്യക്ഷ സമരം നേരത്തെ ഈ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ നടത്തിയിരുന്നു. പോലീസ് നടപടിക്കെതിരെ, പ്രത്യേകിച്ച് കുന്നംകുളം സ്റ്റേഷനിൽ നേരിട്ട യൂത്ത് കോൺഗ്രസ് നേതാവ് നേരിട്ട പോലീസ് അതിക്രമത്തിനെതിരെ നേരത്തെ തന്നെ പ്രതിഷേധമുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ പോലീസുകാർക്കെതിരെ, അതായത് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ആക്രമിച്ച, മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഇപ്പോൾ കോൺഗ്രസിന്റെ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺ കുമാർ ഇന്ന് ഉപവാസ സമരം ഇരിക്കുന്നത്. ഈ പ്രതിഷേധം തുടരുമെന്നുമാണ് DCC പ്രസിഡന്റ് വ്യക്തമാക്കുന്നത്. ജിൽസി.